ഹലോ ഗൈസ്, രാവിലെ തന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ച് വെയിലടിച്ചതാ, പേടിക്കണ്ട. അങ്ങനെ രാവിലെ ദണ്ട ഇതുപോലെ മഞ്ഞും തണുപ്പുമാണ് ഇവിടെ തുടങ്ങിയതേ ഉള്ളു. ഇത് ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പായി തുടങ്ങും. ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് തുടങ്ങുന്നേ ഉള്ളൂ, മഞ്ഞൊക്കെ വീണ് തുടങ്ങി, നല്ല സൗണ്ടൊക്കെ പോയി തുടങ്ങുന്നുണ്ട് എൻ്റെ. രാവിലെ ഞാൻ ഇങ്ങനെ ചായയൊക്കെ വിട്ട് കുടിച്ച് പുട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷനായിട്ട് കടലക്കറിയാണ്. ഈ വലിയ ആഡംബരമോ മേക്കപ്പോ ഒന്നും ഇല്ലാത്ത കടലക്കറിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിനായിട്ട് കഷ്ണങ്ങൾ ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിന് പൊടികൾ ചേർക്കാമേ. ഒരു 2.5 സ്പൂണ് മല്ലിപ്പൊടി, 2 അല്ലെങ്കിൽ 3 സ്പൂൺ എടുക്കാം. പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂണും, പിന്നെ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുരുമുളക് പൊടിയും, ലേശം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 8-10 വിസിലാവുന്നവരെ ഞാൻ നല്ലോണം അടിക്കും കേട്ടോ. വിസിലടിച്ചതിന് ശേഷം ഇതുപോലെ ചൂടാറിയതിന് ശേഷം ഇതെല്ലാം തവിക്കണത്തിലൊന്ന് ഉടച്ചെടുക്കുമ്പം ഈ കറി അങ്ങ് കട്ടിയാവും. അത് ഉടച്ചെടുക്കുമ്പം കറക്റ്റായിട്ടൊരു കടലക്കറി നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ കടുവൊക്കെ വറുത്ത്, കറിവേപ്പിലയില്ലായിരുന്നു, കടുവ വറുത്ത് അതിലൊഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി കടലക്കറി, പുട്ടും കടലക്കറിയും റെഡിയായി. ഇത് രാവിലെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നും പാലുകാച്ചി തന്നെ എനിക്ക്. ഇന്ന് പാലുകാച്ചിന് ഞാൻ ഇതുപോലെ കോസ്റ്റ്യൂമാണ് റെഡിയായി പാലുകാച്ചിനൊക്കെ പോയിട്ട് വന്നിട്ട് വൈകിട്ട് എൻ്റെ പിള്ളേർക്ക് ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇന്ന് ചിൽഡ്രൻസ് ഡേ അല്ലായിരുന്നോ, അങ്ങനെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് കുട്ടികളുടെ കൂടെ നല്ല ദിവസമായിരുന്നു. ചിൽഡ്രൻസ് ഡേയും സെലിബ്രേറ്റ് ചെയ്ത് അവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എന്തോ ഒരു സന്തോഷം എന്ന് അറിയാമോ. നിൽക്കുന്നത് ഇപ്പോൾ വേണ്ട. അങ്ങനെ എല്ലാവരും കൂടെ ചിൽഡ്രൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നേ.